നമ്മളങ്ങനെ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കുകയാണ്. ശരിക്കും ഇതൊരു വലിയ ഡെസ്റ്റിനേഷനാണ് വിജയവാഡ. ഇലക്ട്രോലപ്പട്ട് എത്ര റെയിലുകളാണ്, വലിയ സ്റ്റേഷൻ തന്നെയാണ്. അങ്ങനെ വിജയവാഡ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നിരിക്കുകയാണ്. വിജയവാഡ ജംഗ്ഷനാണ്. വെസ്റ്റ് ടെർമിനൽ പ്ലാറ്റ്ഫോം നമ്പർ 1, വെസ്റ്റ് ടെർമിനൽ 1 ആയത് വിജയവാഡ ജംഗ്ഷൻ. അങ്ങനെ വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ B4, B5, B3. നമ്മൾ പഴം മേടിക്കാൻ പോവാ. केला कैसा है? 50 कैसे? हाँ 50. 50 कितना? 6 तो 5. 5 50. बड़ा वाला. बड़ा वाला 5 50 रुपये. ये 6. ले दो. हाँ ये वाला है. बड़ा वाला दो. കേരള എക്സ്പ്രസ്സിലെ ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ക്യാൻറ്റീനിലെ ഭക്ഷണം സൂപ്പറാണെന്ന് പറഞ്ഞത്. പക്ഷെ മസാല ഒത്തിരിയാണ്. മസാല കണ്ടപ്പോൾ പേടിയാവുന്നു. എങ്കിലും കഴിച്ച് നോക്കാം. ചിക്കൻ ബിരിയാണി മേളിൽ മാത്രമേ ഉള്ളൂ മസാല. കഴിച്ചു നോക്കാം. നമ്മുടെ ഒന്നും ടേസ്റ്റ് അല്ല ഇത്. ഒരു ആന്ധ്ര തമിഴ്നാട് ടേസ്റ്റ് ആയിപ്പോയി. ഓക്കെ, എന്നാലും ടേസ്റ്റ് ഉണ്ട്. വെരി ഗുഡ്. ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ കയറി മുന്നോട്ട് വരുമ്പോഴാണ് ഗോദാവരി നദി. അതായത് ബലാർഷയ്ക്ക് തൊട്ട് മുന്നെയാണ് ഗോദാവരി നദി. ബലാർഷ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഗോദാവരി നദിയാണ്. വർദ്ധ ബ്രിഡ്ജ് ഗോദാവരി നദിയുടെ കുറുകെയുള്ളതാണ്. വർദ്ധ ബ്രിഡ്ജ്. ഗോദാവരി വളരെ ഡെപ്തുള്ള നദിയാണ്. താഴെ കാണാം. ഇത് കരകവിഞ്ഞൊഴുകാറുണ്ട് ഈ നദി. അതിനപ്പുറത്ത് വേറെ ബ്രിഡ്ജുണ്ട്. ഇപ്പുറം ഓപ്പോസിറ്റ് 3 റെയിൽവേ ലൈനുകളും അതിനപ്പുറത്തൊക്കെ ബ്രിഡ്ജുണ്ട് ഇതിനോട് ചേർന്ന്. പണ്ട് ഞാനിതിൽ വരുമ്പോൾ അപ്പുറത്തുള്ള ഒരു പഴയ ബ്രിഡ്ജ് മാത്രമേ ഉള്ളായിരുന്നു. ഇത് 2 പുതിയ ബ്രിഡ്ജുകളാണ്. വർക്ക് പിന്നെ നടന്നു. ഒരു ലൈനുണ്ട്. ബലാർഷ സ്റ്റേഷൻ. ഈ ബലാർഷ സ്റ്റേഷനെ കുറിച്ച് എനിക്ക് പറയാൻ ഒത്തിരി പുറത്തോട്ട് പോകും. എൻ്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ഒരു ഫാക്ടറിയിൽ ജോലിയെടുത്തത് ലാർസനാൻ ട്യൂബ്രോയിൽ LNTയിൽ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ജോലിയെടുത്തത് LNTയിലാണ്. അവിടുന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം അതിന്ന് എനിക്ക് ഓർമ്മയുണ്ട്. 921 രൂപയാണ് അന്ന് കിട്ടിയത്. 21 രൂപ എന്തോ സംതിങ് ചില്ലറ പൈസയുണ്ട്. 15 പൈസ 25 പൈസ എങ്ങനെ കണ്ടു. അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഓവർ ടൈമൊക്കെ ഉൾപ്പെടെയായിരുന്നു. വെറും 19 ഡേയ്സ് മാത്രമാണ് ഞാൻ ജോലി എടുത്തത്. എന്നിട്ട് ജോലി മതിയാക്കി തിരിച്ച് നാട്ടിലേക്ക് പോയി. അതൊക്കെ വലിയ സ്റ്റോറിയാണ്. അത് പറഞ്ഞു തരാൻ തീരത്തില്ല. അങ്ങനെ അടുത്ത ബലാർഷ സ്റ്റേഷനിലൊന്ന് ഇറങ്ങണം. ആ സ്റ്റേഷനെ ഒന്ന് സല്യൂട്ട് ചെയ്യണം. ബിക്കോസ് എൻ്റെ പഴയ ഓർമ്മകൾ. താങ്ക് യു. താഴെ ഒരു ചെറിയ തോടൊഴുകുന്നുണ്ട്.
ഇതുപോലെ പണ്ട് ഞാൻ വന്നത് അന്നും ഇതേ കണക്ക് ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ട്രെയിൻ. അതേ കണക്ക് വീണ്ടും ഇന്നും ഇവിടെ പിടിച്ചിട്ടേക്കുക. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ ഡബിൾ ലൈനൊക്കെ ഉണ്ട്. ബലാർഷ സ്റ്റേഷന് തൊട്ട് മുന്നേ പിടിച്ചിട്ടിട്ട് അന്ന് ഞങ്ങൾ, പക്ഷേ അന്ന് എൻ്റെ കൂടെ വന്ന ആൾ എക്സ്പീരിയൻസ്ഡ് ആളായിരുന്നു, പുള്ളിക്ക് അറിയാവുന്നതായിരുന്നു ഇവിടെ ലോക്കൽ. അങ്ങനെ പുള്ളിയും ഞാനുമായിട്ട് ഇറങ്ങി നടന്നു. അന്ന് എൻ്റെ ഒരു കൊച്ചുപ്പായിരുന്നു എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അപ്പം പുള്ളി എന്നെ ജോലിക്കായിട്ട് ഇവിടെ കൊണ്ടുവന്നേ. അന്ന് ഇറങ്ങി ഞങ്ങൾ ഈ റെയിൽവേ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് പുറത്ത് പോയിട്ട് അവിടുന്ന് ട്രക്കിൽ കയറിയാണ് പോയത്. അതെനിക്കിപ്പോൾ സ്റ്റേഷൻ വരെ ഞങ്ങൾ പോയില്ല, അന്നും ബലാർഷ സ്റ്റേഷനിൽ എത്തിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആ സ്റ്റേഷനിലൊന്ന് ഇറങ്ങും. സ്റ്റേഷൻ പിടിച്ചിട്ടേക്കുന്ന ബലാർഷയ്ക്ക് മുന്നേ പിടിച്ചിട്ടേക്കുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം, എത്ര വർഷം, 1989 ശേഷം ഇന്ന് 2025, അതും ഒരു മാർച്ച് മാസം അവസാന ദിവസം. ഞാൻ അന്ന് വന്നതും ഒരു മാർച്ചിലാണ്. എൻ്റെ ലൈഫൊക്കെ തുടങ്ങുന്നത് പലതും മാർച്ചിലാണ്. ഞാൻ ഗൾഫിലെത്തപ്പെട്ടതും ഒരു മാർച്ച് 1-ാം തീയതി ആയിരുന്നു. ഞാൻ ലാർസൻ ആൻഡ് ടൂബ്രോ L&Tയിൽ ഞാൻ ജോയിൻ ചെയ്തത് അതുപോലെ മാർച്ചിലായിരുന്നു. L&Tയിൽ എനിക്ക് അതിന് ഇവിടെ ബലാർഷ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അത് ഇറങ്ങിയത് റെയിൽവേ സ്റ്റേഷനിലല്ലായിരുന്നു, ശരിക്കും ബലാർഷ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കുക, ബലാർഷയ്ക്ക് ഒരു സല്യൂട്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങുകയും ചെയ്യണം. പഴമുണ്ട് ഇവിടെ, നല്ല പഴം കിട്ടും. പിന്നെ പണ്ടത്തെ ഓർമ്മയ്ക്ക് പഴമാണ്. 12625 അന്നും ഇതേ സെയിം ട്രെയിനിലാണ് ഞാനിവിടെ വന്നിറങ്ങിയത്. അതേ ട്രെയിനിൽ അതേ സ്റ്റേഷനിൽ വീണ്ടും ഒരിക്കലൂടെ വന്നിറങ്ങുമ്പം അതൊരു നൊസ്റ്റാൾജിക് മൂമെൻ്റാണ്. പഴയ കാലങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക്. വീണ്ടും വീണ്ടും അതുകൊണ്ടാണ് അത് പറയുന്നത്. താങ്ക് യു. എങ്ങനെ ബലാർഷ എത്ര വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ എന്തോ ശരീരമൊക്കെ എനിക്ക് കോരിത്തെറിക്കുന്ന ഒരു അനുഭവമാണ് ലൈഫിൽ. ഓക്കെ, സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ നൊസ്റ്റാൾജിക് ബലാർഷ റെയിൽവേ സ്റ്റേഷൻ. ലൈഫിൽ ആദ്യമായിട്ട് ജോലിക്കായിട്ട് വേറൊരു സ്റ്റേറ്റിൽ, വേറെ സ്ഥലത്ത്, വേറെ റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു മറക്കാൻ കഴിയാത്ത റെയിൽവേ സ്റ്റേഷനാണ് ബലാർഷ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഓട്ടോ ലിനക്സ്, കാറുകളും വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ട്രെയിനാണിത്. ഞങ്ങൾ ഡൽഹിയിലെത്തി, ആഗ്ര കഴിഞ്ഞു, ഫരീദാബാദിൽ ഇറങ്ങുക. ഫരീദാബാദിൽ ഇറങ്ങുക രതീഷ്. 2 ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. 2 ദിവസം ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഇറങ്ങാൻ തരുന്നൊരു വിഷമം പോലെ അല്ലേ? ഓക്കെ, എനിവേ നമ്മൾ എപ്പോഴെങ്കിലും കാണാം, എവിടെയെങ്കിലും വെച്ച്. അത് യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കാണാൻ. ഓക്കെ, താങ്ക് യു. ഞാനിപ്പോൾ പൽവാലിലെത്തി. പൽവാൽ സ്റ്റേഷൻ ചെറിയൊരു സ്റ്റേഷനാണ് പൽവാൽ കേട്ടോ. പൽവാല് ഇവിടെ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തേ ഉള്ളൂ വണ്ടി. പെട്ടെന്ന് പോവാണ്. പൽവാൽ, ഇതാണ് പൽവാൽ സ്റ്റേഷൻ. ഓക്കെ, ഇനി പൽവാൽ സ്റ്റേഷനിലോട്ട് വരണ്ട,
പുറത്ത് നിന്ന് തന്നെ ടാക്സി പിടിച്ച് നിങ്ങൾക്ക് പോകാനുള്ള എയർപോർട്ടിലേക്ക് അങ്ങ് പോയാൽ മതി. ഓക്കെ. അങ്ങനെ ഹസരത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഹസരത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നോയിഡയ്ക്ക് പോകാനായിട്ട് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എങ്ങനെ ദില്ലിയിലൂടെ ഒരു യാത്ര ക്യാബിൽ പോലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ താഴെ നല്ല പെയിൻറ്റിങ് ഒക്കെയാണ്. നല്ല പെയിൻറ്റിങ് ആണ്. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ ഓഫീസിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അൽഫാത്തൻ ടവർ.